എന്തിന്? ഞങ്ങളുടെ 2 ഫ്രണ്ട്സിനെ കാണാൻ. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്. അവർ പഠിച്ചു, കല്യാണം കഴിച്ചു. ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് അവർക്ക്, ഐസ്ലൻഡ് ബേബി. സോ നമ്മൾ ബേബീനെയും കാണാൻ പോയി. അതുപോലെ തന്നെ അവർ പുതിയ വീട്ടിലേക്ക് പോവാണ്. അവർ പുതിയ വീടൊക്കെ എടുത്ത് മാറി. സോ ഹൗസ് വാമിങ്ങിന് പോകാൻ പറ്റിയില്ല. സോ നമ്മൾ അവരുടെ വീടും ബേബീനെയും എല്ലാം കണ്ടൊരു ഗെറ്റ് ടുഗെദർ എന്നൊക്കെ പറയാം. ആൻഡ് കൂടെ നമ്മളുടെ കൂടെ ഒരു ചങ്ങായും കൂടെ ഉണ്ട്, ഞങ്ങളുടെ സ്വന്തം ഷൈജു, പാപ്പൻ എന്ന് വിളിക്കും. സോ അവനെ നമ്മൾ തിരൂരിൽ നിന്ന് പിക്ക് ചെയ്യും. സോ ലെറ്റ്സ് ഗോ ഫ്രം കണ്ണൂർ ടു എറണാകുളം. സോ നടക്കുന്ന എല്ലാ പൊട്ടത്തരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബി വിത്ത് മീ, സ്റ്റേ വിത്ത് മീ. ടാറ്റാ, ബൈ. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, എല്ലാവരെയും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കണ്ണൂരിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ തിരൂരിലുള്ള ഫ്രണ്ട് പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് അവനെ നമ്മൾ ആലുവയിൽ ഇറങ്ങിയിട്ടാണ് ആളെ നമ്മൾ മീറ്റ് ചെയ്തത്. സോ നല്ല തിരക്കായിരുന്നു. ആലുവയിൽ എത്തിക്കഴിഞ്ഞത് ഇതാണ് നമ്മുടെ സ്വന്തം പാപ്പൻ. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു തണിഞ്ഞ പപ്സും ചായയും കുടിച്ചിട്ട് നമ്മളുടെ കിച്ചു, അതായത് അക്ഷയിനെ വെയിറ്റ് ചെയ്യാണ്. സോ ഹിയർ കംസ്. ഇതാണ് നമ്മളുടെ കിച്ചു, അക്ഷയ്. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലെത്തി. സോ ഇതാണ് കിച്ചുയുടെ പുതിയ വീട്. ഞാൻ നിൽക്കുന്നതാണ് ഐസ്ലൻഡ് ബേബി ഐഷു. അങ്ങനെ വീടൊക്കെ കണ്ടു. അടിപൊളി വീടായിരുന്നു. ലൈക്ക് പിന്നെ ഐഷു നല്ല ചൂട് ദോശയും ചിക്കൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറേ സംസാരിച്ചു. നമ്മളങ്ങനെ നമ്മളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ആസ് യൂഷ്വൽ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്നുണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരമൊക്കെ കഴിഞ്ഞ് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഹോൾ നൈറ്റ് നമ്മൾ സംസാരിച്ചിരുന്നു. അതെ, നമ്മള് കപ്പയും മീൻകറിയും നല്ല ചാള കറിയുണ്ട്. രാത്രി മൊത്തം സംസാരിച്ച് ഉറക്കമില്ലാതെ ഇരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ, എന്നാൽ പിന്നെ രാവിലെ വാഗമണിലേക്കൊന്ന് വിട്ടാലോ, ഒരു ഡ്രൈവും ആവും ഒരു റിഫ്രഷ്മെൻറ്റും ആവും. അങ്ങനെ രാവിലെ ഉറക്കമൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഉറങ്ങി. കിച്ചു നല്ല സുഖമായി ഡ്രൈവ് ചെയ്ത് സൺറൈസ് കാണാൻ വേണ്ടി നമ്മൾ രാവിലെ എത്തിയത് നമ്മുടെ വാഗമൺ. സൺറൈസ് ഇൻ വാഗമൺ. ടടടിങ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ രാവിലെ സൺറൈസ് കണ്ടുകൊണ്ടുള്ള ഈ ഒരു ട്രാവൽ, ദാറ്റ് വാസ് സോ ഗുഡ്. പിന്നെ അതുപോലെ ക്ലൈമറ്റ്, നല്ല കാറ്റും തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബേബി രാവിലെ എണീച്ചപ്പോൾ ബേബി ആകെ ഷോക്ക്. ഇത് എവിടാ? എല്ലാവർക്കും ഉറക്കക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ചായ കുടിച്ചുകൊണ്ട് നമ്മളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഒരു ചായക്കടയിൽ നമ്മൾ നിർത്തി നല്ല ചൂട് ചായ കുടിച്ചു. ഗൈസ്, ഒരാൾ തണുത്തറച്ച് ബേബീനെ കാണും, ചില്ലാണ്. ചായയുടെ കൂടെ അങ്ങനെ ചൂടോടെ ഒരു മാഗി ആയാലോ. സോ അതായിരുന്നു നെക്സ്റ്റ് പ്ലാൻ. അങ്ങനെ നമ്മൾ ചൂടോടെ മാഗി കഴിച്ചു. പക്ഷേ എനിക്കെന്തോ ആ മാഗിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമായില്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും എൻജോയ് ചെയ്ത് മാഗിയൊക്കെ കഴിച്ചു. മാഗി കാണാതെ വന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊന്നും വിശക്കണില്ലെന്ന് നീ ചോദിക്കും. അപ്പൊ ഞങ്ങൾ പറയാം വീഡിയോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളുടെ തങ്ങൾപ്പാറ അവിടെ എത്തി. നല്ല അടിപൊളി കാറ്റായിരുന്നു ഗൈസ്. കാറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞു. നല്ല അടിപൊളി കാറ്റും അതുപോലെ നല്ലൊരു വ്യൂ പോയിൻറ്റും ആയിരുന്നു അത്. ആൻഡ് കാറ്റിൻ്റെ കാഠിന്യം കാരണം ഞങ്ങൾ മല കയറാൻ നിന്നില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എവിടെയെങ്കിലൊക്കെ ഉരുണ്ട് കെട്ടി താഴെ വീഴാൻ ചാൻസ് ഉള്ളത്. സോ അങ്ങനെ ഞാനും ഐഷുവും ബേബിയും താഴെ വെയിറ്റ് ചെയ്തു. ആൻഡ് ബാക്കി 2 പൊട്ടന്മാരും കൂടെ മല കയറാൻ പോയിട്ടുണ്ട്. സോ അവർ വരുന്നവരെ നമ്മൾ അവിടെ കാഴ്ചയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു.
സോ തിരിച്ചു പോകുന്ന വഴി ഒരു നല്ലൊരു ടീ എസ്റ്റേറ്റും പിന്നെ അതുപോലെ ഒരു ചാലോ അരുവിയോ അങ്ങനെ ഒരു സ്ഥലം കണ്ടു. നല്ല അടിപൊളി സ്ഥലം. സോ അവിടെ നമ്മൾ ഇറങ്ങി എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത്, ബേബി ഫോട്ടോനൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത്, സോ നല്ല ഒരു സ്ഥലം. അവിടെ നിന്ന് നേരെ ആ ടീ എസ്റ്റേറ്റിന് തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. ആ അരുവിയിലെ വെള്ളം എന്ത് തണുപ്പാന്ന് പറയൂ ഗൈസ്. അവിടുന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് ഒന്ന് ഓവറാക്കി. So we are heading towards our next destination, അതായത് പൈൻ ഫോറസ്റ്റ്. സോ പൈൻ ഫോറസ്റ്റിൽ പോകുന്ന രണ്ട് സൈഡിലും കുറേ ഷോപ്സും ചോക്ലേറ്റ്സ്, ടോയ്സ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. സോ നമ്മളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന പൈൻ ഫോറസ്റ്റ് നല്ല അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷൻ, അതുപോലെ ഫോട്ടോസിനൊക്കെ പറ്റിയ നല്ല ലൊക്കേഷനാണ്. സൈഡിൽ കുറേ റെഡിമെയ്ഡ് ഫോട്ടോസൊക്കെ എടുത്തിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് മേ ബി ടൂറിസ്റ്റ് ടൈം അല്ലെങ്കിൽ ക്ലൈമറ്റ് കൊണ്ടായിരിക്കാം നിറച്ചും സ്കൂൾ പിള്ളേർ, അതുപോലെ പിക്നിക്കിന് വന്ന ആൾക്കാരും പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന കുറേ തമിഴ്നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതേ ഒരു സ്ഥലത്ത് നിർത്തി നമ്മൾ ചായയൊക്കെ കുടിച്ചു. നല്ല വ്യൂ ആയിരുന്നു അവിടെ. ചായയൊക്കെ കുടിച്ചു. നിങ്ങൾക്ക് കാണാം നല്ല കാറ്റും അതുപോലെ നല്ല പ്രകൃതി ആസ്വദിച്ച് മലേൻ്റെ മുകളിലിരുന്ന് നമ്മൾ നല്ലൊരു കട്ടനടിച്ചു. ആൻഡ് ദെൻ വി ആർ ബാക്ക് ഹോം. തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായിരുന്നു, വിശന്നിരിക്കുമായിരുന്നു. സോ ഐഷു നല്ല അടിപൊളി മസാല ദോശയും ആൻഡ് ഐഷുവും കിച്ചുവും കൂടെ ഒരുമിച്ച് നമുക്ക് നല്ല ചൂടോടെ ദോശയൊക്കെ ചുട്ടു തന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനായ നമ്മൾ വിചാരിച്ചു ലൈക്ക് എനിവേയ്സ് നമ്മൾ എന്തിനാണ് വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഉറങ്ങിക്കളയുന്നതിന് പകരം നമുക്കൊന്ന് ലുലുവിലൊക്കെ ഒന്ന് പോയി വന്നാലോ എന്ന്. അങ്ങനെ എല്ലാവരും റെഡിയായി രാത്രി നമ്മൾ ലുലുവിൽ. ഏകദേശം ഒരു 9 മണി ടൈം ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയിരുന്നു. എന്നാലും നമ്മളൊന്ന് കറങ്ങി നേരെ നമ്മുടെ സ്വന്തം അൽബയ്ക്ക് പോയി. നമ്മൾ വിശന്നിരുന്നുകൊണ്ട് ഫുഡ് നല്ല മാക്ക് കഴിച്ചു ഗൈസ്. പിന്നെ അൽബയ്ക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, ഞങ്ങളുടെ പാപ്പൻ്റെ സ്വന്തം അൽബയ്ക്ക്. പാപ്പൻ അൽബയ്ക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഫുഡൊക്കെ അപാരമായ ഫുഡായിരുന്നു. സോ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ദാറ്റ്സ് ഓൾ. നമ്മളെ ഡേ 1 തീർന്നിരിക്കുകയാണ്. സോ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ആൻഡ് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.